എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ഡിസംബർ 7 ഞായറാഴ്ച. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ സെക്കൻഡ് വീക്കാണ്. എങ്ങോട്ടായിരിക്കും മാർക്കറ്റ് പോവുക, ഈ നെക്സ്റ്റ് വീക്കിലെ വീക്ക്ലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെ ലെവലുകളാണ്, അതുപോലെ തന്നെ FIs ആൻഡ് DIs ആക്ടിവിറ്റി എന്തൊക്കെയാണ്, നെക്സ്റ്റ് വീക്ക് പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് ആൻഡ് ന്യൂസുകൾ എന്തൊക്കെയാണ്, എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ന്യൂ ഇയർ ഓഫറൊക്കെ നിലവിൽ വന്നു. ന്യൂ ഇയർ ഓഫറൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്ത് ഞങ്ങളോടൊപ്പം ട്രേഡിങ്ങിലേക്ക് കൂടാം. പ്രീവിയസ് വീക്കിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും കഴിഞ്ഞ വെള്ളിയാഴ്ച RBI മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് 25 ബേസിസ് പോയിന്റ് കട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നിലവിൽ 5.5 ആയിരുന്നു, അത് 5.25 മാറിയിട്ടുണ്ട്. എന്നാൽ CRR കട്ട് ചെയ്തിട്ടില്ല. GDP 7.3% ഇൻക്രീസ് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റ് 25 ബേസിസ് പോയിന്റ് കട്ട് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷനും റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ചില സ്റ്റോക്കുകളെ ബാധിച്ചത് നമ്മുടെ രൂപയുടെ മൂല്യ തകർച്ച തന്നെയാണ്. 90.4 90.5 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ എത്തി. എന്നാൽ IT സെക്ടർ നല്ല ഹൈ ലെവലിലേക്ക് പോയി. 3.5% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വീക്ക്ലി ബേസിസിൽ. എന്നാൽ ചില സ്മോൾ ക്യാപ്പ്, അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലെ സ്റ്റോക്കുകളെല്ലാം തന്നെ, അതുപോലെ തന്നെ സെലക്റ്റഡ് സ്റ്റോക്കുകൾ താഴത്തേക്ക് പോവുകയാണ് ചെയ്തത്. ചില സെലക്റ്റഡ് സ്റ്റോക്കുകൾ ബൈയിങ് പ്രഷർ വരികയും അത് മാർക്കറ്റിനെ ഒരു സന്തുലിതാവസ്ഥയിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നിഫ്റ്റി, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ് എല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിട്ട് വേണം കണക്കാക്കാൻ. അതായത് കഴിഞ്ഞ ആഴ്ചയിലെ മുന്നേ ഉള്ള ആഴ്ച, അതായത് നവംബർ ലാസ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞതാണ് 26,000 ആ റേഞ്ചിലേക്ക് പോകും എന്നുള്ളത്. പക്ഷേ 25,800 വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വെച്ചിട്ട് 25,800 പോകാൻ വളരെ സാധ്യത കുറവാണ് എന്നുള്ളൊരു വാക്കുകൂടെ പറഞ്ഞിരുന്നു. പക്ഷേ 25,800 എത്തിയിട്ടാണ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് വന്നിരിക്കുന്നത്. ഏതായിരുന്നാലും കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ആൾ ടൈം ഹൈ ക്രോസ് ചെയ്ത് 26,325 എന്നുള്ള ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ അതേ 26,325 നിന്നും 26,158 വന്നിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച മൊത്തം 400 പോയിന്റിലധികം നിഫ്റ്റി മുന്നോട്ട് വന്നെങ്കിലും, മുകളിലേക്ക് വന്നെങ്കിലും, പിന്നീട് ഒരു 200 പോയിന്റോളം താഴ്ന്നു. ഒരു 200 പോയിന്റോളം മുകളിലേക്ക് വന്ന് ലാസ്റ്റ് 152 പോയിന്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക്ലി ബേസിൽ നോക്കുകയാണെങ്കിൽ ഒരു 40 പോയിന്റോളം നെഗറ്റീവിൽ ആണ്, അതായത് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് വീക്ക്ലി ബേസിൽ നിഫ്റ്റി നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കത് ടെക്നിക്കലി സ്ക്രീനിൽ വന്നിട്ട് പറയാം. ഇനി നെക്സ്റ്റ് വീക്ക്, അതായത് 11-ാം തീയതി നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഫെഡ് റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 25 ബേസിസ് പോയിന്റ് വീണ്ടും കട്ട് ചെയ്യുമെന്നുള്ള ഒരു പോൾ 85% വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ധാരണയായി എന്ന് വേണം നമുക്ക് കരുതാൻ. ഇപ്പോൾ നിലവിൽ 4%, അത് 3.75 വരും എന്നാണ് വിചാരിക്കുന്നത്. മറ്റൊന്ന്, റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് വിസിറ്റ് നടത്തി, ഇന്ത്യ സന്ദർശനം നടത്തിയതിനു ശേഷം ട്രേഡിംഗ് ഡീലുമായി മുന്നോട്ട് പോയി ഒരുപാട് കാര്യങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഇപ്പോൾ US-ഉം ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിംഗ് ഡീൽ പെൻഡിങ്ങിലായിരിക്കെ ഇതൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് കണക്കിലെടുക്കാം. അതുപോലെ തന്നെ DIs കണ്ടിന്യൂ ബൈ മോഡലാണുള്ളത്. ഈ ആഴ്ച മാത്രം, അതായത് കഴിഞ്ഞ ആഴ്ച മാത്രം 19,000-ൽ കൂടുതൽ കോടിയുടെ ബൈയിങ്ങാണ് അവർ നടത്തിയിരിക്കുന്നത്. എന്നാൽ FIs കണ്ടിന്യൂ സെല്ലിംഗ് മോഡൽ തന്നെയാണുള്ളത്. അവർ ഈ കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ US ട്രേഡിംഗ് ഡീൽ ഫൈനൽ ആവാത്ത ഒരു ടെൻഷനും കൂടെ നിലവിലുണ്ട്. കഴിഞ്ഞ ആഴ്ച സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 86,150 എന്നുള്ള റേഞ്ചിലെത്തി. അതിനുശേഷം പിന്നീട് 85,712 എന്നുള്ള ലെവലിൽ ക്ലോസ് ചെയ്ത് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അതായത് കയറിയത് അങ്ങനെ ഇറങ്ങി എന്ന് മാത്രം. അതുപോലെ തന്നെ നിഫ്റ്റി 26,325 ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം
സ്ലൈറ്റ്ലി ഡൗണിലേക്ക് ഒന്ന് 26,186 എന്നുള്ള റേഞ്ചിൽ ഫ്ലാറ്റായി ക്ലോസ് ചെയ്തു. ലാർജ് ക്യാപ്പ് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ് 1.5% ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ 2% ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പിലെയും സ്റ്റോക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ ഇവ രണ്ടും ഒരു ബെയറിഷ് മോഡിലാണ് ഉള്ളത്. ഇപ്പോഴും ഒരു റിക്കവർ മോഡിലേക്ക് സ്മോൾ ക്യാപ്പ് തീരെ വന്നിട്ടില്ല. എന്നാൽ ലാർജ് ക്യാപ്പ് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിൽ അവ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. സെലക്റ്റഡ് സ്റ്റോക്കുകളിലാണ് നിലവിൽ നമ്മുടെ മാർക്കറ്റ് സെലക്റ്റഡ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഡിഫൻസ്, മീഡിയ, നിഫ്റ്റി ക്യാപിറ്റൽ ഇവയെല്ലാം തന്നെ 2% ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി, ഹെൽത്ത് കെയർ, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ് എല്ലാം തന്നെ 1.5% ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IT സെക്ടർ മാത്രം നല്ല ഒരു റാലിയാണ് നടത്തിയിരിക്കുന്നത്. 3.5% ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആട്ടോ സെക്ടറും നമുക്ക് വാച്ച് ചെയ്യാം. ആട്ടോ സെക്ടറിലെ സ്റ്റോക്കുകളും വരും ദിവസങ്ങളിൽ ആട്ടോ സെക്ടറിലെ സ്റ്റോക്കുകൾ, അതുപോലെ ലാർജ് ക്യാപ്പ്, അതുപോലെ IT ഇവയെല്ലാം തന്നെ ഇനിയും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. സ്വിംഗ് ട്രേഡല്ല ഞാൻ പറയുന്നത്. ഏറ്റവും നല്ലത് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ETF ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻട്രാഡേ. സ്വിംഗ് ട്രേഡ് ഇപ്പോൾ ഈ സമയത്ത് സ്വിംഗ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ തന്നെ മെറ്റൽ സെക്ടറും അത്യാവശ്യം ഒരു ആൾ ടൈം ഹൈയിനടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച FISനെ സംബന്ധിച്ചിടത്തോളം 10,403 കോടിയുടെ സെല്ലാണ് നടത്തിയിരിക്കുന്നത്. DIS 19,785 കോടിയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. ഇനി നിഫ്റ്റി നെക്സ്റ്റ് വീക്ക്ലി ബേസിൽ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 26,000 എന്നുള്ള സൈക്കോളജിക്കൽ ലെവലാണ് ഫസ്റ്റ് സപ്പോർട്ട്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം 25,840, 25,800 ആ റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് ആയിട്ട് 26,325 എന്നുള്ള നിലവിലെ ആൾ ടൈം ഹൈ ആണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 26,500 എന്നുള്ള ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 59,000 ഒരു പ്രധാന സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 58,600 എന്നുള്ള റേഞ്ചിലേക്ക് എത്താം. അതിനും താഴെ വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരികയാണെങ്കിൽ 58,000 എന്നുള്ള റേഞ്ചിലേക്കും ബാങ്ക് നിഫ്റ്റി എത്താം. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 60,100 60,100 മുകളിൽ പോകുകയാണെങ്കിൽ 60,800 വരെയൊക്കെ പോകാനുള്ള ഒരു സാധ്യത ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. ഇനി നമുക്ക് പ്രധാന ഇവൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ ഈ 2 ദിവസങ്ങൾ പ്രധാനപ്പെട്ട പരിപാടികളൊന്നുമില്ല. വെനസ്ഡേ രാവിലെ 7 മണിക്ക് ചൈനയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇയർ ഓൺ ഇയർ 0.2% ആണ്. എക്സ്പെക്ട് ചെയ്യുന്നത് 0.6%. അന്ന് തന്നെ രാത്രി 11:30 USA ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡാറ്റ വരുന്നുണ്ട്. നിലവിൽ 4%. എക്സ്പെക്ട് ചെയ്യുന്നത് 3.75%. രാത്രി 12 മണിക്ക് FOMC പ്രൊജക്ഷൻ ആൻഡ് പ്രസ് കോൺഫറൻസും ഉണ്ട്. പിന്നീട് വ്യാഴാഴ്ച പ്രധാനപ്പെട്ട ഒന്നുമില്ല. ഫ്രൈഡേ ആണ് ഡിസംബർ 12 4 PM ഇന്ത്യയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത് 0.25% ആണ് നിലവിൽ. എക്സ്പെക്ട് ചെയ്യുന്നത് 0.6%. അപ്പോൾ ഈ ഒരു ബുധനാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും മാത്രമേ ഇവൻറ്റ്സുകളായിട്ട് ഉള്ളൂ. ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റി ഓരോ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിന് താഴെ വന്നിട്ടാണ് ഇപ്പോൾ ഒരു 10-200 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 300 പോയിൻ്റ് ഹൈയിൽ പോസിറ്റീവ് ആകുമ്പോൾ ഒരു 400 പോയിൻ്റ് താഴത്തേക്ക് വന്നിട്ടാണ് വീണ്ടും ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, നിഫ്റ്റി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം താഴെ ഇതിനേക്കാളും ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതലാണ് ഡൗൺ സൈഡിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കൂ, ഇവിടെ ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം താഴത്തേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ഇവിടെ ഇതിൻ്റെ ഒരു ഹാഫ് റേഞ്ചിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഈ ഒരു റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് നോക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ട്രെൻഡ് ലൈന് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു 26,500 എന്നുള്ള റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലൊക്കെ നിഫ്റ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഒരു 200-250 പോയിന്റ് മുകളിലേക്ക് വരുമ്പോൾ ഒരു 400 പോയിന്റ് ഡൗണിലേക്ക് വരുന്നു. ഈ ഒരു സിനാരിയോയിലാണ് ഇപ്പോൾ
നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 26,000 എന്നുള്ളത് നമുക്കൊരു സൈക്കോളജിക്കൽ ലെവൽ, ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ സപ്പോർട്ടായിട്ട് ഇതിനെ പരിഗണിക്കാം. 26,000 അതിന് താഴെ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് 25,900, 25,850, 800 ആ ഒരു റേഞ്ചിലേക്കൊക്കെ നിഫ്റ്റി വരികയുള്ളൂ. മുകളിലേക്കാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള വീക്ക്ലി വൈസ് ആണ് 26,325. അതിന് മുകളിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ 26,500. ഇങ്ങനെയായിരിക്കാം നിഫ്റ്റി നെക്സ്റ്റ് വീക്ക് ട്രേഡ് ആവുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിലവിൽ 59,777 60,100 എന്നുള്ള ഈ ഒരു റേഞ്ച് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആവാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 60,800 ഈ ഒരു റേഞ്ചിലേക്കൊക്കെ നിഫ്റ്റി എത്താൻ ബാങ്ക് നിഫ്റ്റി എത്താനുള്ള സാധ്യതയുണ്ട്. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 59,000. ഓക്കെ, 59,000 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 58,600 ഈ ഒരു ഏരിയയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി വൈസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ഇതൊക്കെയാണ്. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഏതൊക്കെ ലെവലുകളാണ് വേണ്ടതെന്ന് പരിശോധിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, അതായത് വെള്ളിയാഴ്ച നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു വെള്ളിയാഴ്ച നടന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നാളെ നമുക്ക് ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു സോണ് 59,810. ഓക്കെ, 59,810 റെസിസ്റ്റൻസും സപ്പോർട്ടായിട്ട് 59,500. ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിൽ നിങ്ങൾക്ക് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 26,210. ഓക്കെ, 26,220 എന്നുള്ള ഈ ഒരു സോൺ വാച്ച് ചെയ്യാം. സപ്പോർട്ടായിട്ട് 26,120. അപ്പോൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് നാളെ വാച്ച് ചെയ്യാം. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.